പ്രണവ് മോഹൻലാലിനോടുള്ള ആരാധനയെക്കുറിച്ച് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഒത്തിരി ട്രോളുകൾ നേരിട്ട നടിയാണ് ഗായത്രി സുരേഷ്. എന്നാലും ഇപ്പോഴും ഒരു എലിജിബിള് ബാച്ചിലർ എന്ന നിലയ്ക്ക് എനിക്ക് പ്രണവിനെ ഇഷ്ടമാണ് എന്ന് ഗായത്രി പറയുന്നു. നേരിൽ കണ്ട അനുഭവവും നടി വെളിപ്പെടുത്തുന്നുണ്ട്. ട്രോളന്മാരുടെ സ്ഥിരം ഇരയാണ് ഗായത്രി സുരേഷ്. മനസ്സിൽ ഒന്നും വയ്ക്കാതെ ചോദിക്കുന്ന ചോദ്യത്തിന് എല്ലാം വളരെ നിഷ്കളങ്കമായി ഉത്തരം പറയുന്നത് കൊണ്ട് ഗായത്രി സുരേഷ് പലപ്പോഴും ട്രോളുകളിൽ നിറയാറുണ്ട്. എപ്പോഴൊക്കെ അഭിമുഖം കൊടുത്തോ അപ്പോഴൊക്കെ എയറിലാണെന്നാണ് പറയപ്പെടുന്നത്. ഓരോ അഭിമുഖത്തിലെ പ്രണവ് മോഹൻലാലിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞതായിരുന്നു ഏറ്റവും വൈറലായ വീഡിയോ. ആ ഇഷ്ടം ഇപ്പോഴുമുണ്ടെന്നാണ് ഗായത്രി പറയുന്നത്. മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി. അഭിമുഖത്തിന് ഇടയിൽ നടി മാനസ ഗായത്രിയോട് ഒരു ചോദ്യം ചോദിച്ച് സ്ക്രീനിൽ എത്തുകയായിരുന്നു. ഒരു കാര്യം വെളിപ്പെടുത്തിക്കൊണ്ടായിരുന്നു മാനസയുടെ ചോദ്യം. ചിൽഡ്രൻസ് പാർക്ക് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മൂന്നാറിൽ വച്ച് നടക്കുന്ന സമയത്ത് ആരുടെ ഫോണിലും റേഞ്ച് ഇല്ല. BSNL ഉള്ളവർക്ക് മാത്രമേ റേഞ്ച് വന്നു പോകുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഗായത്രി ഇടയ്ക്കിടെ ഫോൺ എടുത്ത് ഒന്ന് ഓണാക്കി അവിടെ വയ്ക്കും. റേഞ്ച് വന്നോ എന്ന് നോക്കുന്നതാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ അല്ല, ശരിക്കും ഗായത്രി ഫോണിന്റെ വാള് പേപ്പർ ഇടയ്ക്കിടെ നോക്കുകയായിരുന്നു. അന്ന് ഗായത്രിയുടെ വാള് പേപ്പർ പ്രണവിനൊപ്പം ചേർത്ത് വെച്ച് ഗായത്രിയുടെ ഫോട്ടോ ആയിരുന്നു. ഇപ്പോഴും ആ ഇഷ്ടം ഗായത്രിക്ക് പ്രണവിനോടുണ്ടോ? ഇപ്പോഴത്തെ പോണ വാള് പേപ്പർ എന്താണ് എന്നായിരുന്നു മാനസയുടെ ചോദ്യം. മാനസ അത് ചോദിക്കുമ്പോൾ ആകെ ചമ്മിയിരിക്കുന്ന ഗായത്രിയെയും കാണാമായിരുന്നു. അല്ല, ഇപ്പോൾ എന്റെ വാള പേപ്പർ അതല്ല എന്ന് ഗായത്രി നാണത്തോടെ വ്യക്തമാക്കി. ഒരു എലിജിബിള് ബാച്ചിലർ എന്ന നിലയിൽ എനിക്ക് ഇപ്പോഴും പ്രണവിനോട് ഇഷ്ടമുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ വലിയ ഒരു ആരാധികയാണ് എന്ന് ഗായത്രി സമ്മതിക്കുന്നു. വളരെ സിനിമാറ്റിക് ആൻഡ് ഡ്രാമറ്റിക് ആയിട്ടുള്ള ആളാണ് ഞാൻ. ഒരു അഭിമുഖത്തിൽ സെലിബ്രിറ്റി ക്രഷ് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രണവ് മോഹൻലാലിനോടാണ് എന്ന് ഞാൻ പറഞ്ഞാലും മതിയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് എന്റെ മനസ്സിൽ ഒറ്റയാളേയുള്ളൂ, അത് പ്രണവ് മോഹൻലാലാണ് എന്ന്. പിന്നീടുള്ള അഭിമുഖങ്ങളിലെല്ലാം ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തെ തടയുക പോലും ചെയ്യാതെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. 21ാം നൂറ്റാണ്ട് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ പ്രണവിനെ കാണാനായി പോയിരുന്നു. എല്ലാവരും പറയുന്നു പ്രണവ് ഇൻട്രോവേർട്ട് ആണ് എന്ന്. എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഞാൻ പോയി കണ്ടു. ഞാൻ ഗായത്രി താങ്കളെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഹാൻഡ് ഷേക്ക് തന്നു. അപ്പോഴേക്കും ഷൂട്ടിന്റെ സമയമായി അദ്ദേഹം പോയി. അത്രയേ ഉണ്ടായുള്ളൂ, ഗായത്രി പറഞ്ഞു.